സ്വർഗത്തിലേക്ക് ആസയും നിരാശയും ഉയർത്തുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആ പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട അപ്പൻ, ജന്മം നൽകിയ പ്രിയപ്പെട്ട അമ്മ, നമ്മുടെ കൂടെ വസിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ പലപ്പോഴും പല കുടുംബങ്ങളിലും അമ്മമാരുടെ ഉദരത്തിൽ തന്നെ വെച്ച് പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ മരിച്ചു പോയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ മരിച്ച ആ ദിവസം പുരോഹിതന് നമ്മുടെ ഭവനത്തിൽ വന്ന് ഭവനത്തിലെ ആദ്യ ശുശ്രൂഷ നടത്തി. നമ്മളെല്ലാവരും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചു. അവർ ചെയ്യുന്ന നമ്മളെ കുറിച്ചൊക്കെ ഓർത്തു. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ശൂന്യത വന്നു. വിശ്വാസമേ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ ശത്രുക്കളെ, നിങ്ങൾ ദുഷ്ടസന്ധങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആരും തന്നെയായാലും ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ കുടുംബ നിർദ്ദേശത്തിൽ നിന്ന് അകന്നു പോവുക. ഞങ്ങളുടെ കർത്താവ് യേശുവിന്റെ നാമത്തിലും അവിടുത്തെ അധികാരത്തിലും നിങ്ങളെ ഞങ്ങൾ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. നിന്റെ ഐഡന്റിറ്റി നമ്മുടെ വ്യക്തിത്വം, നിന്റെ വ്യക്തിത്വം എന്താണെന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഒറ്റ കാര്യത്തെ കുറിച്ച് മാത്രം ധ്യാനിച്ചാൽ മതി. ആരും കാണാതെ, ആരും അറിയാതെ, ദൈവം പോലും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ മറന്നിരുന്ന് ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ, ആ പാപം എന്ന് പറയുന്നത് നിന്റെ യഥാർത്ഥമായ വ്യക്തിത്വത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അതാണ് യഥാർത്ഥമായി ഇരിക്കുന്നത്. നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ മുഖമുഖിയാണ്. ും